ഫ്രണ്ട്സ്, ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒരു നല്ല ട്രിപ്പ് പോകുന്നത്. ഞങ്ങളിപ്പം കുറേ നാൾക്ക് ശേഷം തുടങ്ങിയ ട്രിപ്പ് ഇപ്പം പ്ലാൻ ചെയ്ത് പിന്നെ വേണ്ട ഡ്യൂട്ടി തിരക്ക്, ബഡ്ജറ്റ്, ഇതെല്ലാം കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മാറ്റിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഏകദേശം ഒരു ദിവസം നല്ല വെതറാണെന്ന് തോന്നുന്നു. ഇപ്പം ചെറിയ ക്ലൗഡിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതുണ്ടോ, നമ്മളിന്ന് പ്ലാൻ ചെയ്ത് പോയേക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റായിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അച്ചൂസാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. എന്താ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയാതെ വണ്ടി ഓടിക്കാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആൾക്കറിയാം. അതാണ് വേറെ വലിയൊരു കാര്യം കേട്ടോ. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ വൈകിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ 6:30 ആകുമ്പോൾ നീ റെഡി ആവണം. ഓക്കെ, എങ്ങോട്ടാ പോണേ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പോകുമ്പോഴത്തേരും ഇവർക്ക് പറയാം, പക്ഷെ നമ്മൾ പോകുമ്പോൾ നമുക്ക് സെറ്റ് ആവണല്ലോ, കാരണം കാര്യങ്ങൾ റെഡി ആവണല്ലോ. അതെ, മേക്കപ്പ് മുതലായ ഡ്രസ്സ്, അതെ മേക്കപ്പിനൊക്കെ ഡ്രസ്സ്. എന്റെ പൊന്നു, ഒരു ട്രേഡ് ഡ്രസ്സ് എടുക്കാൻ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്റെ പൊന്നു, ഒരു രക്ഷയില്ല. ഇതിനേക്കാളും ഇവിടെ കൂട്ടിങ്ങനെ ഷോപ്പിംഗ് പോകുന്ന ഡ്രസ്സ് എടുക്കുക. ഡ്രസ്സ് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് ഏത് ചൂസ് ചെയ്യും, അതാണ് പ്രശ്നം. നേരെ ചലോ, അവർക്കറിയില്ല വഴി, ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇവിടെ അയർലൻഡിൽ എത്തിയ സമയം തൊട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് പോകണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിനെ കുറിച്ച് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് തിച്ചാനായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിൽ എത്തണമെന്നും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നും ഒക്കെ. അന്നൊക്കെ നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു എന്ത് ബ്യൂട്ടി എവിടുത്തെ എന്നൊക്കെ. അത് സത്യം കേട്ടോ, അടിപൊളി പ്ലേസാണ്. പ്രത്യേകിച്ച് അയർലൻഡ്. ഇപ്പം ഞങ്ങളിവിടെ ആയതുകൊണ്ട് എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അടിപൊളി പ്ലേസുകളാട്ടോ, ഭയങ്കര ഭംഗിയെ കാണാൻ. പിന്നെ ഒന്നുമില്ലെങ്കിലും ചുമ്മാ ഒരു റൈഡ് പോകുക എന്നുള്ളത് അത് അതിലും സൂപ്പറായിട്ടുള്ളൊരു കാര്യം തന്നെ കേട്ടോ. ഞങ്ങളങ്ങനെ ഇരിക്കുമ്പം ഇപ്പം ഡേയിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും ഇങ്ങനെ റൈഡൊക്കെ പോകാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. ഇപ്പോൾ പോണത് ഏറെക്കുറെ എനിക്കൊരു ധാരണ കിട്ടി കേട്ടോ എങ്ങോട്ടാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോയൊരു സ്ഥലത്തോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇച്ചായനോട്, എന്തിനാടാ നീ ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഇവളെയും കൊണ്ടുപോകണമെന്ന്. സത്യം പറയാമല്ലോ, ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടെ പോകാൻ. ആദ്യമൊന്നും ക്രിക്കറ്റ് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ മനസ്സിലാവുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും, നല്ല വിശപ്പുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളിതാ കോർക്ക് കൗണ്ടി എത്തി കേട്ടോ. ഇവിടെ മാലോയിലെത്തിപ്പം. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് കോർട്ട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കെന്ന് പറഞ്ഞാൽ റജിസിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് കോർക്കിൽ കളിക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഈ ഫുഡ് കോർട്ടിൽ കയറാണ്ട് ഇവർ പോകില്ല കേട്ടോ. അതിപ്പോൾ ജയിച്ചാലും ശരി തോറ്റാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കളിയെക്കുറിച്ചൊരു അവലോകനമൊക്കെ നടത്തി ഒന്ന് വിശദീകരിച്ച് പഠനം നടത്തിയിട്ട് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ബാക്കി പഠനം പിന്നെ ഫോണിലൂടെയാണ്, അത് വേറൊരു കാര്യം. പക്ഷേ ഇവിടെ ഇരുന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ഫുഡ് കഴിക്കാതെ ഇവരാരും പോരാറില്ല കേട്ടോ. അങ്ങനെ ഈ സ്ഥലം എനിക്ക് നല്ല ഫെമിലിയറാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു കോഫിയും ഒരു റാപ്പൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. സിറ്റിയിലെ തിരക്കുകളൊക്കെ മാറിയിട്ടുള്ള ഒരു അടിപൊളി നോക്ക്. കളിത്തോഴി ഓ അഴകാം കളിത്തോഴി എന്നലെ നിൽക്കുന്നു കളിത്തോഴി ഓ അഴകാം കളിത്തോഴി. ഈ ട്രിപ്പിൽ ഞാൻ എടുത്ത വീഡിയോസിലും ഫോട്ടോസിലും അല്ലെങ്കിൽ ഇച്ചാൻ എടുത്തതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഏരിയ തന്നെയായിരുന്നു ഇത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ കൗണ്ടി സൈഡിൽ കൂടെ
ഞങ്ങൾ നമ്മുടെ മൈസൂർ ഹെഡ് ഏകദേശം അടുക്കാറായി. ഞങ്ങളിനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ നല്ല ഭയങ്കര ബ്യൂട്ടിയാണ്, എനിക്ക് നല്ല രസമില്ലാണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബാക്കിൽ കാണുന്ന അവിടെ നമ്മുടെ കടൽ തീരമാണ്. പിന്നെ ഇവിടെ ആടുകളും മേടുകളും എല്ലാം ഉണ്ട്. പക്ഷേ അച്ഛേ, ഇത്ര നേരം നീയല്ലേ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്? രാവിലെ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പം എന്നാ തോന്നുന്നു? ഇപ്പൊ എന്താ തോന്നണേ? നല്ല രസമുണ്ട്, നല്ല ട്രിപ്പായല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എക്സ്പെഷ്യലി നമ്മള് നേരത്തെ ഇറങ്ങി, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾക്ക് ഭയങ്കര ഒന്നുകൂടെ റൗട്ട് റഷ് അല്ലായിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ സമയമുള്ളത് കൂളായിട്ട് ഭയങ്കര സ്പീഡിലായിട്ടൊന്നുമല്ല ഡ്രൈവ് ചെയ്തത്. അതൊക്കെ ഡ്രൈവ് ചെയ്ത് നല്ല നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ചില സ്പോട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ട്. നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പും നല്ലൊരു ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഫീലൊക്കെ കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം. നാട്ടിലെ എന്തോ ഇങ്ങനെ പാടത്തിന്റെ അതിലൊരു ഫീലൊക്കെ എനിക്ക് തോന്നി കണ്ടപ്പോ പെട്ടെന്ന്. വെള്ളം കയറുന്ന സമയമാണോ? എന്തോ പെട്ടെന്നൊരു നാട്ടിലെ ഒരു ഇത് തോന്നി. ബ്രിഡ്ജ് കാണാൻ പോവാ അല്ലേ? ബ്രിഡ്ജ് വ്യൂ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പം ആ ബ്രിഡ്ജ് ഓൾറെഡി നമ്മൾ പോയതാ. പക്ഷെ അവിടെ നല്ല വ്യൂ കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. കാരണം ഈ പാറക്കെട്ടിന്റെ അടുത്തൂടെ അല്ലേ? അതെ, നല്ല രസമുണ്ട്. നമ്മളെന്തായാലും അവിടെ ഒന്ന് പോവാം. പക്ഷെ ഇതും ഓക്കെ, നീ കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ട് പോയേക്കാം. എന്നിട്ട് ഞാൻ പോയി നടന്നിട്ട് വരാം. ഓക്കെ? പക്ഷെ നല്ല രസമായിരിക്കും അത്. മറ്റേ എന്ത് ഭംഗിയാണെന്നറിയോ? നമ്മൾ ഈ വീടൊക്കെ കാണാൻ പറ്റില്ല അറിയില്ല. നമ്മളെന്തായാലും എൻ്റെ താഴെ പോയിട്ട് അതാണ് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ്. രണ്ട് മലകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ബ്രിഡ്ജാണ് കാണാൻ. ഡ്രസ്സുകൾ തന്നെ എനിക്കെന്നെ അയർലൻഡിലെ ഒരു എൻഡ് പോയിൻ്റാണിത്. ലൈക്ക് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന എൻഡ് പോയിൻ്റ്, പോർക്കിൻ്റെ ഒക്കെ ഏറ്റവും എൻഡ് പോയിൻ്റ് എന്ന് പറയാം ഇത്. പക്ഷേ നല്ല രസമുണ്ട്, ഭയങ്കര ബ്യൂട്ടിയാണ് ഇത്. മൈസൂർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം നമ്മുടെ ലിമറിക്കുന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നല്ല ഭംഗിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് മൈസൺ ബ്രിഡ്ജ്, അല്ലെങ്കിൽ മൈസൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിഡ്ജ്. ഉണ്ടോ? രണ്ട് ഇതിൻ്റെ നടുക്കൂടെയുള്ളതാണ്. രണ്ട് മലകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഇതാണ്. നല്ല രസമാണ് ഇത്. കുറേ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാം.
ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമേ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ബീച്ചാണ്. ഭയങ്കര ബ്യൂട്ടി എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടി. ബീച്ചിൽ പിള്ളേരൊക്കെ ആയിട്ട് വരാനും അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര ഇറങ്ങിയാണ്, പൂച്ചയായതുകൊണ്ട് വന്നു കടലിൽ ഇറങ്ങിയാണ് കാണുന്നത്. പക്ഷേ സാധാരണ വൈകുന്നേരമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കടലിൽ കയറി കാണാം. അപ്പോൾ ഭയങ്കര രസം, ഭയങ്കര ക്ലീനാണ്. അതാണ് ഏറ്റവും വലിയത്. അവരിവിടെ ആർക്കെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സീസൈഡ് വ്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമാണ്, നല്ല രസമുണ്ട് ഈ ബീച്ച് കാണാൻ. അച്ഛേ എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഓർക്കുന്നുണ്ടോ? ഈ ബീച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബീച്ച്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ബീച്ചാട്ടോ. പക്ഷേ വേറൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളും അനക്കമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ. പക്ഷേ ഇച്ചാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്തില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയുള്ളൂ. എനിക്ക് പേടി, അതാണ് വേറൊരു സത്യാവസ്ഥ. അങ്ങനെ ഇതോടുകൂടി ഏറെക്കൂടെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുക കേട്ടോ. പക്ഷേ ട്രിപ്പ് എന്തോ ഭയങ്കര ബ്യൂട്ടിയായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പ് പോകണത് അത് വേറൊരു സുഖം തന്നെയാണ് കേട്ടോ. ചാർലിക്കകത്ത് DQ പറയുന്ന പോലെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ മൂപ്പർ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. ഇതൊക്കെ കാണാണ്ടങ്ങ് എന്നിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മളോട് ചോദിക്കില്ലേ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങ് വന്നേക്കണേന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. അത് അടിപൊളിയാട്ടോ.